നമസ്കാരം, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ UP-യിൽ BJPക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുകയുണ്ടായി. അപ്പോൾ അതിനുള്ള കാരണം എന്താണ് എന്ന് ഞാൻ അന്വേഷിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ UP-യിൽ നിന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒരുപാട് പേര് ഡൽഹിയിൽ ഗുരുഗ്രാമിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ താമസിക്കുന്നുണ്ട്. എനിക്ക് സുഹൃത്തുക്കളായിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തും ഒരുപാട് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരിൽ കുറച്ച് പേരൊക്കെ UP-യിൽ നിന്നുള്ളവരാണ്. അപ്പം അവർ പലരും തന്നെ രാഷ്ട്രീയത്തിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, സാമൂഹ്യ സേവനങ്ങൾ നടത്തുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു യഥാർത്ഥ വശം അറിയാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഞാൻ അവരോടൊക്കെ സംസാരിക്കുകയുണ്ടായി. അപ്പം നമ്മൾ പലപ്പോഴും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ മീഡിയയിൽ പല മീഡിയയിലും പലതരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അതിൽ എത്രത്തോളം കാര്യമുണ്ട് എന്നറിയാനുള്ള ഒരു ആകാംക്ഷയാണ് എന്നെ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. അപ്പം ഞാൻ ഗാദർ ചെയ്ത് കഴിഞ്ഞ ഇൻഫർമേഷൻ വെച്ച് ഞാൻ ഇവിടെ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ആ കാര്യങ്ങൾ ഷെയർ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഏതാണ്ട് ഒരു 13 കാര്യങ്ങളാണ് ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. ഈ 13 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് കടക്കുകയാണ്. നമുക്ക് ആ ഡിസ്കഷൻ ഇവിടെ തുടങ്ങാം. റൈറ്റ്. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് ഉള്ളൊരു കാര്യം ഞാൻ നേരത്തെ തന്നെ മറ്റൊരു വീഡിയോയിൽ സംസാരിക്കുകയുണ്ടായി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളുടെ പൾസ് അല്ലെങ്കിൽ നമുക്ക് ലോകസഭയിലേക്കുള്ള ഒരു ഇലക്ഷനിൽ ആര് അധികാരത്തിൽ വരും എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് ഇന്ത്യയിലെ അഗ്രികൾച്ചർ ബെൽറ്റിലുള്ള ആളുകളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ അഗ്രികൾച്ചറിനെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അഗ്രികൾച്ചർ മേഖലയിലാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്നത്, അതായത് ഗ്രാമപ്രദേശങ്ങളിലാണ്. അപ്പോൾ അവിടെയുള്ള ആളുകൾ അവരെന്ത് ചിന്തിക്കുന്നു, അവർക്ക് എന്താണ് വേണ്ടത് എന്ന് ഒരു ഗവൺമെൻറ്റിന് മനസ്സിലാകില്ലെങ്കിൽ അത് ഒരു പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2014 മോദി വന്ന് അല്ലെങ്കിൽ മോദി മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ BJP മുന്നോട്ട് വെച്ച അവരുടെ പ്രധാനപ്പെട്ട ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞൊരു കാര്യം അഴിമതിരഹിതമായ ഭരണം. കറക്റ്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ്, അതായത് അദ്ദേഹം മുന്നോട്ട് വെച്ച് തരുന്നത് എങ്ങനെയാണോ ഗുജറാത്ത് ഡെവലപ്പായത് അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് ഞാൻ ഇന്ത്യയിൽ മൊത്തം കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ കർഷകരെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ വീടുകൾക്കും ടോയ്ലറ്റുകൾ ആവശ്യമാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വീടുകൾ നിർമ്മിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഗ്യാസ് എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ പല കാര്യങ്ങളും അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇതൊന്നും ഇല്ലാത്ത ഒരു കൂട്ടരായിരുന്നു അഗ്രികൾച്ചർ ബെൽറ്റിലുണ്ടായിരുന്ന ആളുകൾ. അപ്പോൾ അവർക്ക് ഇതിനോട് വളരെ താല്പര്യം തോന്നുകയും അവർ അദ്ദേഹത്തെ ജയിപ്പിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് 2019 കഴിഞ്ഞപ്പോഴത്തേക്കും ആ ബേസിക് നീഡുകൾ കവർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അഗ്രികൾച്ചർ ബെൽറ്റിലേക്ക് എന്താണ് അധികമായിട്ട് BJP സർക്കാരിന് കൊടുക്കാൻ കഴിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ കൊടുത്തിരുന്ന 6000 രൂപയും പിന്നെ കുറേ വേറെ സബ്സിഡികളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഫ്രീ ബീസൊന്നും അഗ്രികൾച്ചർ ബെൽറ്റിൽ കൊടുത്തിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അഗ്രികൾച്ചർ ബെൽറ്റിൽ ഒരു ഡിസ്ട്രസ് ഉണ്ട്. ഇനിയും എന്തുകൊണ്ടോ നമ്മളുടെ ഗവൺമെൻറ്റുകളൊന്നും തന്നെ അഗ്രികൾച്ചർ ബെൽറ്റിലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇനി വരുന്നത് അഗ്രികൾച്ചർ യുഗമാണ്. അവിടെ അഗ്രികൾച്ചറിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടെ ഒരുപാട് ആളുകൾക്ക് ഇന്നൊവേറ്റീവായിട്ട് എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ള ഒരു കാര്യം പഠിപ്പിക്കുക, അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതും അത്യാവശ്യമാണ്. അവിടെ അത് നടന്നില്ലെങ്കിൽ നമ്മുടെ കർഷകർ ഇനിയും ബുദ്ധിമുട്ടും. കർഷകർ ബുദ്ധിമുട്ടും തോറും ഏത് ഗവൺമെൻറ്റാണോ ഭരിക്കുന്നത് അവർക്കെതിരായ ഒരു വികാരവും ഉണ്ടാവും. അങ്ങനെ ഒരു വികാരം കുറച്ചൊക്കെ UP-യിൽ കാണാമായിരുന്നു. UP-യിൽ മാത്രമല്ല മറ്റുള്ള സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ പല രീതിയിൽ കൗണ്ടർ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. UP-യിലും രാജസ്ഥാനിലും ഈ അഗ്രികൾച്ചർ ബെൽറ്റിലുള്ള ഒരു ഇഷ്യൂ നമുക്ക് കാണാവുന്നതാണ്. അതാണ് ഫസ്റ്റ് ഇഷ്യൂ. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഇഷ്യൂ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു
ഗവൺമെൻറ് എടുക്കുകയാണ്. ഇപ്പോൾ കേരളം തന്നെ എടുക്കുകയെന്ന് വിചാരിക്കുക. ഇവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി ആർക്കാണ് ഏറ്റവും ബെറ്ററായിട്ട് അറിയാൻ പറ്റുക? ഇവിടെ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് അറിയാൻ പറ്റുക. അതോ ഡൽഹിയിലിരിക്കുന്ന ടോപ്പ് ബ്രാസിനാണോ അറിയാൻ കഴിയുക? ഇത് നമ്മൾ മിക്കവാറും പറയുന്നൊരു കാര്യമാണ് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ KC വേണുഗോപാൽ ഇരിപ്പുണ്ട്, രാഹുൽ ഗാന്ധി ഇരിപ്പുണ്ട്, സോണിയാഗാന്ധി, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അവർക്ക് ഈ വേണുഗോപാലിനല്ലാതെ മറ്റാർക്കും തന്നെ കേരളത്തിൽ ശരിക്കും കോൺഗ്രസ്സുകാരുടെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഡിസിഷൻ ഒരു അസംഷനുള്ള ഡിസിഷനാണ്. ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട് UP-യിൽ. അതായത് BJPയുടെ ടോപ്പ് ബ്രാസ്, അതായത് ഏറ്റവും ടോപ്പിലുള്ള ആളുകളെല്ലാം ഡൽഹിയിലിരിക്കുന്നു. ഈ ഡൽഹിയുടെ അടുത്ത് തന്നെയാണ് UP എങ്കിൽ കൂടി അവിടെയുള്ള ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന റിയാലിറ്റി അവർക്ക് അത്രത്തോളം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ യോഗി അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരുപാട് കാൻഡിഡേറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഡൽഹിയിലേക്ക് അയക്കുകയുണ്ടായി. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥ് അയച്ചിരുന്ന ഈ ലിസ്റ്റിൽ നിന്നും 33 പേരുടെ പേര് വെട്ടിയിട്ട് മറ്റു പല കാൻഡിഡേറ്റ്സിനെയും ചൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇത് ഒരുപാട് ഇമ്പാക്റ്റ് UP-യിൽ ഉണ്ടാക്കി എന്ന് പറയുന്നു. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു 14ാമത്തെ പോയിൻ്റായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJP അവരുടെ ടോപ്പ് ബ്രാസ് ഡൽഹിയിലിരുന്നിട്ട് ഒരു റിമോട്ട് ഉപയോഗിക്കുന്നത് പോലെ മറ്റു സംസ്ഥാനങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് പലപ്പോഴും ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഇമേജാണ് അവർക്കുള്ളത്. ഇത് ഞാൻ നേരത്തെ നോട്ട് ചെയ്ത പോയിൻ്റ് അല്ല, പക്ഷേ അത് ഒരു അഡീഷണൽ പോയിൻ്റായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ യോഗി 33 പേരെ അരക്ഷിച്ചു, അവരുടെ പേര് വെട്ടിയിട്ട് പുതിയ 33 പേരെ അവിടെ വെക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ട് അവർക്ക് വേണ്ടിയിട്ട് സഹായിക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ ആളുകളുടെ മനസ്സിൽ തന്നെ ഒരു ഡിസ്ട്രസ് ഉണ്ടായിരുന്നു. അതായത് മറ്റു പാർട്ടികളിൽ നിന്ന് വന്ന ഒരുപാട് ആളുകൾക്ക് അവിടെ സീറ്റ് കൊടുക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, 10, 20, 30 വർഷമായിട്ട് BJPയിൽ വർക്ക് ചെയ്ത ആളുകൾക്ക് സീറ്റ് കൊടുക്കാതെ പുതിയ ആളുകൾക്ക്, പുതിയ പാർട്ടിയിൽ നിന്ന് വന്ന ആളുകൾക്ക് സീറ്റ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പാർട്ടിയെ കെട്ടിപ്പടുത്ത ആളുകൾക്ക് വിഷമം തോന്നും. അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അത് നന്നായിട്ട് തന്നെ BJPയുടെ സീറ്റ് നിർണയത്തിലും അവരുടെ കാൻഡിഡേറ്റ് നിർണയത്തിൽ ബാധിച്ചിട്ടുണ്ട്. അത് റിസൾട്ടിനെയും ബാധിച്ചിട്ടുണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇപ്പോൾ നമ്മൾ അടുത്ത പോയിൻ്റ് നോക്കുകയാണെങ്കിൽ അയോധ്യ ടെമ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അത് വളരെ വലിയൊരു ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെയാണ് അയോധ്യയിൽ പോലും BJPക്ക് സീറ്റ് നിലനിർത്താൻ പറ്റാഞ്ഞത്. ഇപ്പോൾ നമ്മൾ അയോധ്യയെ പറ്റി കാണുമ്പോൾ അയോധ്യയിൽ ഒരു രാം ടെമ്പിൾ നിർമ്മിച്ചു. അത് ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളിലുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് അതിൽ ഒരു ഡിസ്ട്രസ്സും തോന്നാവുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന ആളുകൾ തന്നെ അയോധ്യയിലുണ്ട്. അവിടെയുള്ള ഹിന്ദുക്കൾക്കും മുസ്ലിമുകൾക്കും പ്രത്യേകിച്ച് സ്പർദ്ധയൊന്നുമില്ല. അവർക്ക് അയോധ്യയെ പറ്റിയോ രാമമന്ദിറിനെ പറ്റിയോ പ്രത്യേകിച്ചൊരു അഭിപ്രായവുമില്ല. അതൊരു ഹോളി പ്ലേസ് ആണെന്ന് ഹിന്ദുക്കളും അത് അവിടെ ഒരു അമ്പലം വരുന്നതുകൊണ്ട് പ്രശ്നമില്ല എന്ന് അവിടുത്തെ മുസ്ലിങ്ങൾക്കും പറയുന്നു. പക്ഷേ പുറത്തുള്ള ആളുകൾക്കാണ് ഇതുമായിട്ടുള്ള യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊരു പോയിൻ്റായിട്ട് നമ്മൾ നോട്ട് ചെയ്യണം. പക്ഷേ അവിടെ എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിച്ചാൽ ഏതാണ്ട് 500-ൽ പരം വരുന്ന കടകൾ ഈ മന്ദിറിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അക്വയർ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഓർത്ത് നോക്കൂ, ആരെങ്കിലുമൊക്കെ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ അടുത്തുനിന്ന് അവരുടെ കടകളൊക്കെ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വരുമാനത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പ്രശ്നം വരും. ഇപ്പോൾ എനിക്ക് അതിനുള്ള കോമ്പൻസേഷൻ കിട്ടിയാൽ പോലും ഇനി എന്ത് എന്നുള്ള ഒരു ആകാംക്ഷ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സാധാരണഗതിയിൽ ഗവൺമെൻറ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു റീഹാബിലേഷൻ നടത്തിയിരിക്കണം. അതായത് ഇവിടെ എങ്ങനെയാണോ ഇതിനു മുമ്പ് അവർ ജീവിച്ചിരുന്നത് അതേപോലൊരു സിറ്റുവേഷൻ കൂടി ക്രിയേറ്റ് ചെയ്ത് ആ ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഒരാവശ്യമുണ്ടായിരുന്നു. അല്ലാതെ അവർക്ക് കുറച്ച് പൈസ കൊടുത്ത് വിടുകയായിരുന്നില്ല വേണ്ടിയിരുന്നത്. പിന്നെ വേറൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ദിറിന് ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരുപാട് ലാൻഡ് അക്വയർ ചെയ്തു. ഈ ലാൻഡ് അക്വയർ ചെയ്തതിനുള്ള കോമ്പൻസേഷൻ വേണ്ട സമയത്ത് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല.
അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ കുറച്ച് ടൈം ഡിലേ ഉണ്ടാവും, അതിൽ പിന്നെ ഉദ്യോഗസ്ഥന്മാർ ഇൻവോൾവ് ആണ്. അതുകൊണ്ടൊക്കെ കുറച്ച് കറപ്ഷനും കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ചാൻസും ഉണ്ട്, അല്ലെങ്കിൽ ഡിലേ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് അവിടെയുള്ള ആളുകളിലൊക്കെ വളരെ വലിയൊരു ആകാംക്ഷ ജനിപ്പിച്ചിരുന്നു. അപ്പോൾ അവർക്കൊരു സംശയം ഉണ്ടായി, ഇപ്പം മന്ത്രി റെഡിയായി, നമുക്ക് കിട്ടാനുള്ള പൈസ ഇനിയും കിട്ടിയിട്ടില്ല, അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായി. ഇത് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട്, ആയുധമായിട്ട് ഉപയോഗിക്കാനായിട്ട് SP കാൻഡിഡേറ്റിന് കഴിഞ്ഞു എന്നാണ് പറയാൻ പറ്റുക. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അതുകൊണ്ടാണ് അയോധ്യയിൽ പോലും BJP തോക്കാനുള്ള കാരണം. പിന്നെ മറ്റൊരു കാര്യം പലരും പറയുന്നത് ഒരു കാസ്റ്റ് റിലേറ്റഡ് കാര്യമാണ്. അത് അത്ര വലിയ ഇമ്പാക്റ്റ് അല്ല. പക്ഷേ അദ്ദേഹം അവിടെ ക്യാൻവാസ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇവിടെയുള്ള ആളുകളുടെ എല്ലാ കാര്യങ്ങളും നടത്തിത്തരും എന്നാണ് പറഞ്ഞത്. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഇത് ഇമ്മീഡിയറ്റായിട്ട് ചെയ്തു തരും, അത് ഞാൻ തരുന്ന ഗ്യാരണ്ടിയാണ്, മോദിയുടെ ഗ്യാരണ്ടി പോലെ ഒരു ഗ്യാരണ്ടി അദ്ദേഹം കൊടുക്കുകയുണ്ടായി. അപ്പോൾ അത് അയോധ്യയിൽ പോലും തോൽക്കാൻ വേണ്ടിയിട്ട് BJPക്ക് കാരണമായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണി ഇത്തവണ വളരെ ഭംഗിയായിട്ടാണ് UPയിൽ വർക്ക് ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനൊക്കെ നോക്കുകയാണെങ്കിൽ SP-ക്ക് ഒരു കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു, BSPക്ക് ഒരു കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു, കോൺഗ്രസിന് ഒരു കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു, പിന്നെ മജ്ലിസ് പാർട്ടി OWൈസിയുടെ ഒരു പാർട്ടി കൂടെ അവിടെ കാൻഡിഡേറ്റിനെ നിർത്തിയിരുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുക? ഇതിൽ വോട്ട് എല്ലാവരിലേക്കും സ്പ്ലിറ്റ് ചെയ്തു പോകും. ഇത്തവണ ഇന്ത്യ സഖ്യം വളരെ ഭംഗിയായിട്ട് അത് ഹാൻഡിൽ ചെയ്തിട്ട് ഓരോരോ കാൻഡിഡേറ്റ്സിനെ മാത്രമാണ് അവിടെ നിർത്തിയത്. പക്ഷേ ഇവർക്ക് ഇന്ത്യ മുന്നണിക്ക് പറ്റിയ ഒരു തെറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് BSP ആയിട്ട് അവിടെ ഒരു സഖ്യത്തിൽ ഏർപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിന് വേറെ ഒരു ആംഗിൾ, പൊളിറ്റിക്കൽ ആംഗിൾ കൂടിയുണ്ട്, അത് നമ്മൾ പിന്നീട് കാണാം. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ BJP, BSP പിന്നെ SP അല്ലെങ്കിൽ കോൺഗ്രസ്, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാതെ അത് അക്യുമുലേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അത് BJPക്ക് ഏറ്റ ഒരു തിരിച്ചടിയാണ്. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ത്രികോണ മത്സരമല്ല, ചതുർകോണ മത്സരമൊക്കെ നടന്ന സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇത്തവണ ഉണ്ടായിട്ടില്ല. അത് SP-യെയും കോൺഗ്രസിനെയും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ ഓവർ കോൺഫിഡൻസ്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ 10 വർഷം ഭരിച്ചു, നമുക്ക് കാണാവുന്നതാണ് അത്. അതുകൊണ്ട് ഒരുപാട് ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ പല ആളുകൾക്കും പല അഭിപ്രായം ഉണ്ടാകും. പക്ഷേ ഞാനിപ്പോൾ ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റുള്ള ഗവൺമെൻറ്റുകളൊക്കെ ചെയ്തതിലും വളരെ നന്നായിട്ട് തന്നെയാണ് ഇദ്ദേഹം ഭരണം കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡീറ്റെയിൽസും ഈ കാര്യങ്ങളൊക്കെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. പക്ഷേ ആളുകളുടെ മനസ്സിലുള്ള എന്താണെന്ന് അദ്ദേഹത്തിന് ഈസി ആയിട്ട് വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ ഓവർ കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ നമുക്ക് 400-ൽ കൂടുതലായിട്ടുള്ള സീറ്റുകൾ കിട്ടും എന്നും മോദിയുടെ ഗ്യാരണ്ടി എന്നൊക്കെ ആ ഓവർ കോൺഫിഡൻസിൽ പറയുമ്പോൾ അത് നല്ലൊരു മെസ്സേജല്ല പാസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ഇത്രയ്ക്ക് അഹങ്കാരം വേണ്ട എന്ന് തോന്നിയിട്ട് മാറ്റി വോട്ട് ചെയ്തതായിട്ടും പറയാവുന്നതാണ്. അത് എസ്പെഷ്യലി മോദിയുടെ ഗ്യാരണ്ടി, മോദി തന്നെ പറയുകയാണ് മോദിയുടെ ഗ്യാരണ്ടിയെ പറ്റി. അങ്ങനെ കേൾക്കുമ്പോൾ പല ആളുകൾക്കും അതിൽ ചെറിയ ഇഷ്ടക്കേടുകളൊക്കെ ഉണ്ടായി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പലരും തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ ചില ആളുകളൊക്കെ അദ്ദേഹം പറഞ്ഞത് അപ്പാടെ വിശ്വസിച്ച് വോട്ട് ചെയ്യാൻ പോകാതിരുന്നതും ആയിട്ടുള്ള കേസുകൾ ഉണ്ട്. അപ്പോൾ അതാണ് ഓവർ കോൺഫിഡൻസ് കൊണ്ട് ഉണ്ടായ ഒരു പ്രശ്നം. പിന്നെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കാസ്റ്റ് ഇഷ്യൂ ആണ്. നരേന്ദ്രമോദി ഇത്തവണ അല്ലെങ്കിൽ BJP ടോപ്പ് ബ്രാസ് ഇത്തവണ കാസ്റ്റ് ഒരു വലിയ ഇഷ്യൂ ആക്കി കൊണ്ടുവരാതെ കൂടുതലും ഒരു റിലീജിയസ് ആയിട്ടുള്ള സ്പ്ലിറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കാസ്റ്റ് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് എടുത്ത് കാണിക്കേണ്ട എന്ന് അവർ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അതായത് UPയിൽ കാസ്റ്റ് മാറിയിട്ട് ഇനി റിലീജിയൻ ആ സെപ്പറേഷൻ കൊണ്ടുവന്ന് റൂൾ ചെയ്യാനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ അവിടെ ഇന്ത്യ മുന്നണിക്ക് വളരെ നന്നായിട്ട് കാസ്റ്റ് കാർഡ് യൂസ് ചെയ്യാൻ പറ്റി. അങ്ങനെ കാസ്റ്റ് കാർഡ് യൂസ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരുപാട് വോട്ട് അവർ അക്യുമുലേറ്റ് ചെയ്തു. ഇപ്പോൾ ഇത്തവണ നോക്കുകയാണെങ്കിൽ SP-യുടെ കാൻഡിഡേറ്റ്സ് എല്ലാം തന്നെ ലോവർ കാസ്റ്റ് മീൻസ് മോസ്റ്റ് ഓഫ് ദ കേസിൽ
എല്ലാവരും തന്നെ ലോവർ കാസ്റ്റ് എന്നുള്ളവരായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാസ്റ്റ് കാർഡ് കളിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു എന്ന് വേണം പറയാൻ. BJP ഇത്തവണ മനഃപൂർവ്വം തന്നെ ആ കാസ്റ്റ് കാർഡ് ഒഴിവാക്കി. പക്ഷേ ഇനി എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷനിൽ BJP ഇവരെക്കാളും ബെറ്ററായിട്ട് കാസ്റ്റ് കാർഡ് കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇവിടെ BSPയുടെ ഒരു ഡിസിഷൻ, അതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്ടറുണ്ട്. അത് ഞാൻ പിന്നെ സംസാരിക്കുന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ റിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ റിസർവേഷൻ പലതരത്തിലുള്ളതാണ്. റിലീജിയസ് ആയിട്ടുള്ള റിസർവേഷൻ ഉണ്ട്, പിന്നെ OBC റിസർവേഷൻ ഉണ്ട്, പിന്നെ SC/ST റിസർവേഷൻ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള റിസർവേഷൻ ഉണ്ട്. അപ്പോൾ ഈ റിസർവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ കാസ്റ്റ് ലെവലിൽ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ട് അല്ല റിസർവേഷനെ പറ്റി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ റിസർവേഷൻ മൈനോറിറ്റി റിസർവേഷനാണ്. അതും അദ്ദേഹം മൈനോറിറ്റികളെയല്ല പറഞ്ഞത്, ഇതിനു മുമ്പുണ്ടായിരുന്ന ഗവൺമെൻറ്റുകൾ ഇങ്ങനെ ചെയ്തു എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ മെസ്സേജ് പാസ് ചെയ്തു പോന്നപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഇത് വളരെ നന്നായിട്ട് എൻജിനീയർ ചെയ്യാൻ പറ്റി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി NDA ഗവൺമെൻറ് വരികയാണെങ്കിൽ SC/ST റിസർവേഷനെല്ലാം എടുത്ത് കളയും. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ OBC റിസർവേഷനായിട്ട് മാറും എന്നൊക്കെ അവർ പ്രചരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള പ്രചാരണങ്ങളൊക്കെ സാധാരണഗതിയിൽ ഒരു ഇലക്ഷൻ ഉണ്ടാകുന്നതാണ്. അതിനെയാണ് നമ്മൾ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ആ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അവർ വളരെ നന്നായിട്ട് ഉപയോഗിച്ചു എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അതുമാത്രമല്ല, ഈ റിസർവേഷൻ്റെ കാര്യം, ഇപ്പോൾ മൈനോറിറ്റി റിസർവേഷൻ്റെ കാര്യം, സാധാരണഗതിയിൽ നരേന്ദ്രമോദി ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം, അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഴിമതിരഹിതമായ ഭരണം, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ്, മൂന്നാമത്തെ കാര്യം ഇന്ത്യയുടെ പുരോഗതി കൊണ്ടുവരിക, എല്ലാ ആളുകളിലേക്കും ഡെവലപ്മെൻറ്റ് എത്തിക്കുക എന്നൊക്കെ കാര്യങ്ങളായിരുന്നു ഇതിനു മുമ്പ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത്തവണ അദ്ദേഹം കൂടുതൽ ഫോക്കസ് ചെയ്ത് ഈ രണ്ടാമത്തെ ഫേസ് തൊട്ട് അദ്ദേഹം മൈനോറിറ്റി റിസർവേഷനെ പറ്റി പറയുകയുണ്ടായി. ഇത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത് ബാക്ക് ഫയർ ചെയ്തു. ഇതിൻ്റെ ഒരു ആവശ്യം ഇല്ലാത്ത കാര്യമായിരുന്നു. അദ്ദേഹത്തോട് വളരെ അടുത്തുകൊണ്ടിരുന്ന മൈനോറിറ്റി ആളുകൾ പോലും ഇദ്ദേഹം ടാർഗറ്റ് ചെയ്ത് ഗവൺമെൻറ്റിനെ ആണെങ്കിലും ഇത് തങ്ങൾക്ക് നേരെയുള്ള ഒരു വിരൽ ചൂണ്ടലാണെന്ന് മനസ്സിലാക്കി മൈനോറിറ്റി ആളുകൾ പോലും ഒരുപാട് അകന്നു എന്ന് വേണം പറയാൻ. അതൊരു വളരെ വലിയ ഇഷ്യൂ ആണ്. അല്ലെങ്കിൽ നരേന്ദ്രമോദിയോട് അടുത്ത് നിന്നിരുന്ന മൈനോറിറ്റി, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റി, പിന്നെ വീണ്ടും അകന്നു പോകാനുള്ള ഒരു കാരണം ഉണ്ടാക്കി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ റിലീജിയസ് സ്പ്ലിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയയുടെ ഭാഗമായിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ അത് അവർക്ക് തന്നെ ബാക്ക് ഫയർ ചെയ്യാനുണ്ടായത്. അപ്പോൾ ഇങ്ങനത്തെ ആയുധങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഏത് ഭരണാധികാരിയും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ആയുധം പ്രയോഗിക്കുന്ന ആളാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിനും ഇതിൻ്റെ ഒരു ബാക്ക് ഫയർ, അദ്ദേഹം മൈനോറിറ്റിയെ കൂടുതൽ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ബാക്ക് ഫയർ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത പോയിന്റിലേക്ക് പോകാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം കർണാടകയിൽ നടന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാൻഡിഡേറ്റ് അദ്ദേഹം പറഞ്ഞ് ഞങ്ങൾക്ക് 400-നടുത്ത് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഭരണഘടന പോലും ചേഞ്ച് ചെയ്യുമെന്ന് പറയും. ഇത് ഇമ്മീഡിയറ്റായിട്ട് UPയിലുള്ള ഒരു കാൻഡിഡേറ്റ് എടുത്ത് വീശി. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം BJPയോ NDAയോ സംസാരിച്ചിട്ടുള്ളതല്ല. പക്ഷേ ഇവർ ഈ പോയിൻ്റ് എടുത്ത് കാച്ചി കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ട് SP നന്നായിട്ട് യൂസ് ചെയ്തു. അവരെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാസ്റ്റ് റിസർവേഷൻ, റിലീജിയസ് റിസർവേഷൻ അല്ല, കാസ്റ്റ് റിസർവേഷൻ പോലും ഇവർ ചേഞ്ച് ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെ വലിയ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് താഴെ കാസ്റ്റുള്ള നമ്മൾ ഇതിന് എതിരായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ നല്ലൊരു പ്രചരണം കാഴ്ചവെച്ചു. അതുകൊണ്ട് എഗെയിൻ BJPക്ക് UPയിൽ ഒരു തിരിച്ചടി ഉണ്ടാകാൻ കാരണമായി. ഇനിയിപ്പോൾ അടുത്ത പോയിൻ്റ് ഞാൻ നോക്കുകയാണെങ്കിൽ RSS, ഇതും ഒരു ഫാക്ടറായിട്ട് RSSൻ്റെ ഒരു കാര്യകർത്താവ് തന്നെ പറയുകയുണ്ടായി. RSS സാധാരണഗതിയിൽ ഇലക്ഷനിൽ ഡയറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല. പക്ഷേ RSSൽ നിന്നുള്ള ആളുകൾ എല്ലാം തന്നെ BJPക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഒരു ഗ്രൗണ്ട് ലെവലിലുള്ള വർക്ക് ചെയ്യുമായിരുന്നു. അത് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ എനിക്ക് പല സുഹൃത്തുക്കളുണ്ട്, അവർ RSSകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ തന്നെ
നമ്മളെയൊക്കെ കണ്ടിട്ട് സംസാരിക്കാറുണ്ട്. ഇന്ന കാര്യങ്ങളാണ് ഗവൺമെൻറ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ വോട്ട് കൂടെ വേണം എന്നൊക്കെ നമ്മളോട് വന്ന് സംസാരിക്കാറുണ്ട്. അതായത് ഒരു ഗ്രൗണ്ട് ലെവൽ ഡിസ്കഷൻ നടത്താറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണത്തെ ഇലക്ഷൻ്റെ സമയത്ത് ഞാൻ ഇവരെ കണ്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ബിസി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെയുള്ള സ്ഥലങ്ങളിൽ അവർ പോയതായിരിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നലായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് തിരിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു പക്ഷേ RSSൻ്റെ ഫുൾ അതായത് 100% ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ അതിൽ കുറച്ച് കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ RSSO അല്ലെങ്കിൽ RSSO ആയിട്ട് ബന്ധപ്പെട്ട ആരും അതില്ല എന്നൊക്കെ പറഞ്ഞാലും ഇതിലൊരു ഫാക്ടർ ഉണ്ടെന്ന് ഞാൻ കൃത്യമായി തന്നെ വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ജനങ്ങളിൽ തന്നെ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. അതായത് പല ആളുകളും നരേന്ദ്രമോദി പറയുന്നത് തന്നെ വേദവാക്യമായിട്ട് കാണുന്നവരാണ്. അപ്പോൾ അവർ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾ 400 കൂടുതൽ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞപ്പോഴേ ഇത്തവണ എന്തായാലും BJP വരും, അതുകൊണ്ട് നമ്മൾ വോട്ട് ചെയ്യേണ്ട എന്ന് വിചാരിച്ച ഒരുപാട് ആളുകളുണ്ട്. അത് ഇതിലൊരു സത്യാവസ്ഥയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബാംഗ്ലൂരാണ് ഉള്ളത്. ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ സാധാരണഗതിയിൽ BJP ജയിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ നൈബറൊക്കെ ആയ ആൾക്കാരോട് വോട്ടിന് പോകാം, നമുക്ക് ഒന്നിച്ച് പോകാം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ എന്ത് വോട്ട് ചെയ്യാൻ, ഇവിടെ BJP എന്നായിരിക്കും ജയിക്കുക, ഞാൻ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞ ആളുകൾ വരെയുണ്ട്. ഓർത്ത് നോക്കൂ, ഇങ്ങനെ പല ആളുകളും വോട്ട് ചെയ്യാതെ തങ്ങളുടെ മനസ്സിലുള്ള പൾസ് പുറത്തേക്ക് കാണിക്കാനുള്ള അവസരം പാഴാക്കുന്നുണ്ട്. അങ്ങനെ UPയിലും ഒരുപാട് പേര് വോട്ട് ചെയ്തിട്ടില്ല എന്ന് എന്നോട് ചില ആളുകൾ പറയുകയുണ്ടായി. പിന്നെ നമ്മൾ അടുത്ത് ഓക്കെ സോ വേറൊരു കാര്യം ഞാൻ പറഞ്ഞത് നോട്ട് ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതി ഡെവലപ്മെൻറ്റ്, നോൺ കറപ്ഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആൾക്കാരെയൊക്കെ ഉദ്ദീപിപ്പിച്ചിരുന്ന നരേന്ദ്രമോദി ഇത്തവണ അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ് കുറച്ച് ചേഞ്ച് ചെയ്തിട്ട് വേറെ ഒരു ഗിയറാണ് ഇടുകയുണ്ടായത്. അതിൻ്റെ ആവശ്യമില്ലാതിരുന്നതാണ്. അപ്പോൾ അത് ഡെഫിനറ്റായിട്ട് ചേഞ്ച് ചെയ്യേണ്ടതാണ്. ഏത് ഗവൺമെൻറ് വരികയാണെങ്കിലും ഡെവലപ്മെൻറ്റ് എന്ന മന്ത്രം, നോ കറപ്ഷൻ എന്ന് പറയുന്ന മന്ത്രം, അതേപോലെ ഡെവലപ്മെൻറ്റ് താഴെക്കിടകളിലുള്ള ആളുകളിലേക്ക് എത്തിക്കുക. ഇപ്പോൾ നമ്മൾ പറയാം മേക്ക് ഇൻ ഇന്ത്യൻ്റെ ആ ക്യാമ്പയിനിലൊക്കെ അത് ഒരുപാട് ആളുകൾക്ക് കിട്ടിയിട്ടുള്ളതാണ്. അത് ഇനിയും ഒന്നുകൂടെ ഫാസ്റ്റാക്കിയിട്ട് ചെയ്യാമായിരുന്നു. അതേപോലെ അഗ്രികൾച്ചർ ലെവലിലുള്ള ഇന്നൊവേഷൻസ് അത് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ആംഗിളിൽ സാധാരണഗതിയിൽ മോദി ചെയ്യുന്നതാണ്. പക്ഷേ അദ്ദേഹം ഇത്തവണ അത് മിസ് ചെയ്തു. അവിടെ അവർക്ക് ഒരു വലിയ പ്രശ്നം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ അടുത്തൊരു കാര്യം നോക്കുകയാണെങ്കിൽ BSP ഫാക്ടർ, ഇതാണ് ഞാൻ നേരത്തെ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. അതാണ് ഞാൻ 13ാമത്തെ പോയിൻ്റായിട്ട് വെച്ചിരിക്കുന്നത്. ഇത്തവണ ഇത്രയെങ്കിലും സീറ്റ് BJPക്ക് കിട്ടാനുള്ള കാരണം BSP കൂടിയാണ്. കാരണം BSP എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും കാൻഡിഡേറ്റിനെ നിർത്തിയിരുന്നു. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതും BSP ചെയ്തിരുന്ന ഒരു കാര്യം, മിക്കവാറും കാൻഡിഡേറ്റ്സ് എല്ലാം മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വെച്ചിരുന്നത്. അതുകൊണ്ട് മൈനോറിറ്റി വോട്ടുകളൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് BSPക്ക് പോവുകയുണ്ടായി. ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുക എന്ന് വെച്ചാൽ, BJPക്ക് ഇത്ര പോലും സീറ്റ് കിട്ടില്ലായിരുന്നു. ഒരു ഉദ്ദേശം 20 സീറ്റോളം കൂടെ നഷ്ടപ്പെട്ടിരുന്നേനെ എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കാര്യം, അതായത് ഇന്ത്യ സഖ്യം BSPയുമായിട്ട് ഒരു ടൈപ്പ് നടത്തിയിട്ട് അവരെല്ലാവരും കൂടെ ചേർന്ന് BJPക്ക് എഗനിസ്റ്റായിട്ട് മത്സരിച്ചിരുന്നുവെങ്കിൽ റിസൾട്ട് ഇതിനേക്കാളിലും മോശമായി പോയേനെ. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് ഒരുപക്ഷെ 20 സീറ്റ് കൂടെ കൂടുതൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 255 സീറ്റ്, പിന്നെ ഒരു 10-20 സീറ്റ് തട്ടിക്കൂട്ടുന്നത് അവർക്ക് വളരെ ഈസി ആകുമായിരുന്നു. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന BJPക്ക് 240 സീറ്റ് കൊണ്ട് അതൊരു 220 സീറ്റായിട്ട് കുറയാനുണ്ടായിരുന്ന ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു മിസ്റ്റേക്ക് ഇന്ത്യ സഖ്യം ചെയ്തു. ഇല്ലായിരുന്നുവെങ്കിൽ അവിടെ വരുന്ന റിസൾട്ട് ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 13 കാര്യങ്ങളാണ് ഞാനിവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ കൂടുതൽ കാര്യങ്ങളുണ്ടാകാം. ഈ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുകയും ബാക്കിയുള്ള അതായത് നോർത്ത് ഇന്ത്യ എന്നുള്ള മീഡിയയിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുകയും ചെയ്ത ഡീറ്റെയിൽസാണ്. അപ്പം ഇത് കുറച്ചൊക്കെ ഒരു സത്യത്തോട് അടുത്ത് നിൽക്കുന്നതാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.